ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്ന ടൈമായി ഇനി അങ്ങോട്ട്. അന്നേരം നമുക്ക് നല്ല രീതിയിൽ ഇവർക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഗ്രൗണ്ട് ഓർക്കിഡിനെ നന്നായിട്ട് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം നമ്മൾ ചട്ടിയിൽ നിൽക്കുന്ന പുല്ലുകൾ ഒക്കെ പറിച്ച് കളഞ്ഞ്, ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞ്, ഉണങ്ങിയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പ്ലാന്റിനെ നല്ലൊന്ന് വൃത്തിയായിട്ടൊന്ന് നീറ്റാക്കി നിർത്തണം. ഇതുപോലുള്ള ഉണങ്ങിയ തണ്ടുകളൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം മഴ സമയമാകുമ്പം ഇത് അഴുകി പെട്ടെന്ന് ചെടിക്ക് ഫംഗസ് ബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മൾ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് ഉണങ്ങിയ ഇലകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ചട്ടിയുടെ ചുറ്റിനും ദൂരെ കൂട്ടി ചുറ്റിനും ഒന്ന് ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് നമ്മൾ നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി, നമ്മൾ ഒരു ചട്ടിക്ക് 8 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചട്ടിയാണെങ്കിൽ ഒരു ചട്ടിക്ക് ഒരു 2 പിടി ചാണകപ്പൊടി മതി. നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ആയിരിക്കണം. ചാണകപ്പൊടി പച്ച ചാണകം ആവരുത്. പച്ച ചാണകത്തിനകത്ത് പച്ച നനവുണ്ടെങ്കിൽ പെട്ടെന്ന് ഫംഗസ് ബാധ വരും. അതുകൊണ്ട് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ആയിരിക്കണം നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ ചാണകപ്പൊടിയുടെ കൂടെ നമുക്ക് ഒരു നുള്ള് എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് എല്ലുപൊടി വേണ്ട, ഒരു നുള്ള് എല്ലുപൊടി മതി. ചെറിയൊരു ചട്ടിക്കകത്താണെങ്കിൽ നമുക്ക് ഒരു നുള്ള് എല്ലുപൊടി ദൂരെ കൂട്ടി, ബൾബിനകത്ത് വീഴാതെ ദൂരെ കൂട്ടി നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നിർത്താം. പിന്നെ നമുക്ക് ഇപ്പം മഴ സമയമായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കാം. ലിക്വിഡ് വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ 19 കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ കെയർ കൊടുക്കാം. 19 കൊടുക്കുമ്പം നമ്മൾ 1 ഗ്രാം 19 എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം. 19 കൊടുക്കുന്ന നമ്മൾ 2 ആഴ്ച കൂടുമ്പം 19 കൊടുത്താൽ മതി. സ്പ്രേ ചെയ്തായാലും ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും 2 ആഴ്ച കൂടുമ്പം കൊടുത്താൽ മതി. അതാണക്ക് നമ്മൾ ഗ്രീൻ കെയർ കൊടുക്കുമ്പം 13, വളർച്ച നല്ല മെച്ചുറായിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ 13, 27 കൊടുക്കാം. അതല്ല കുഞ്ഞു തൈകളാണെങ്കിൽ നമുക്ക് 30, 10, 10 ഗ്രീൻ കെയർ 30, 10, 10 കൊടുക്കാം. നമ്മൾ അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വളം കൊടുക്കുന്നത് പോലെ തന്നെ ഫംഗിസൈഡും നല്ല നമ്മൾ കറക്റ്റായിട്ട് ഫംഗിസൈഡും ഗ്രൗണ്ട് ഓർക്കിഡിന് കൊടുത്തിരിക്കണം. 2 ആഴ്ച കൂടുമ്പം സാഫ് 1 ഗ്രാം 1-2 ഗ്രാം സാഫ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് കണക്ക് തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. സാഫ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്യൂഡോമോണസ് ആയാലും മതി. സ്യൂഡോമോണസും നമുക്ക് ഫംഗിസൈഡായിട്ട് ഉപയോഗിക്കാം. ഗ്രൗണ്ട് ഓർക്കിഡിന് ഒരു 3-4 മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ വെക്കാൻ. ഒരുപാട് കട്ടി വെയിൽ വേണ്ട, എങ്കിലും കുറച്ച് വെയിൽ കിട്ടുന്നിടത്ത് വെച്ചെങ്കിൽ ഇവർ നല്ല രീതിയിൽ പൂക്കളുണ്ടാകത്തുള്ളൂ. ചട്ടിയിൽ ചെടികൾ വളർന്ന് തെങ്ങി നിറഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചെടികൾ അതൊന്ന് റീപോർട്ട് ചെയ്ത് ഒരു ചട്ടിയിൽ കുറച്ച് ചെടികളാക്കി നിർത്തണം. ഇല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചെടികൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് വളർത്തുന്നവർ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെടികളെ വളർത്താൻ നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ വളർത്താനും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറക്കരുതേ. താങ്ക് യു.